ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാർ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് റിപ്പോർട്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം. ശനിയാഴ്ചയാണ് അജിത് കുമാർ പമ്പയിൽ നിന്ന് ശബരിമലയ്ക്കും തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്തത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, ഇപ്പോൾ ഈ പലവിധ നടപടികൾ MR അജിത് കുമാറിനെതിരെ പലവിധ ആരോപണങ്ങൾ, നടപടികളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പുതിയൊരു വിവാദം. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? തീർച്ചയായും പിന്നിൽ 12-ാം തീയതിയാണ് MR അജിത് കുമാർ ശബരിമലയിലെത്തിയത്. വൈകിട്ട് 12-ാം തീയതി വൈകിട്ട് ശബരിമലയിലെത്തിയത് ട്രാക്ടറിലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതായത് ഈ ക്യാമറ ഇല്ലാത്ത ഭാഗത്തെത്തിയപ്പോൾ ട്രാക്ടറിൽ കയറുകയും തുടർന്ന് ട്രാക്ടറിൽ ശബരിമല സന്നിധാനം വരെ എത്തുകയും ചെയ്തു എന്നായിരുന്നു കണ്ടെത്തൽ. പ്രത്യേക ഹൈക്കോടതി നിർദ്ദേശമുണ്ട്, ഈ ചരക്കു നീക്കത്തിന് മാത്രമായിരിക്കണം ട്രാക്ടർ ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ആളുകളെ ട്രാക്ടറിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുമുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് 12-ാം തീയതി വൈകിട്ട് ശബരിമല സന്നിധാനത്തേക്കും അതുപോലെ തന്നെ 13-ാം തീയതി തിരിച്ച് ശബരിമലയിൽ നിന്നും സന്നിധാനത്ത് നിന്നും താഴേക്കും ട്രാക്ടറിൽ യാത്ര ചെയ്തത്. ഇതിലാണിപ്പോൾ നിലവിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവ് MR അജിത് കുമാർ ലംഘിച്ചുവെന്നും ട്രാക്ടർ യാത്ര ചെയ്യരുതെന്നുള്ള, യാത്രയ്ക്കായി ട്രാക്ടർ ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം MR അജിത് കുമാർ ലംഘിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങനെ ഉണ്ടായ ഈ ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു യാത്ര ഗുരുതരമായ ചട്ടലംഘനമെന്നും ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും 2 തവണയാണ്, ഒന്ന് സന്നിധാനത്തേക്കും തിരികെയും MR അജിത് കുമാർ യാത്ര ചെയ്തത്, ട്രാക്ടറിൽ യാത്ര ചെയ്തത്. അതിലിപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ IDGPയെ വിളിച്ചു വരുത്തുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലായിരിക്കും എന്തായാലും ഹൈക്കോടതി ചേരുമ്പോൾ അറിയുക. ബിനിൽ, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ആ വിധത്തിലുള്ളൊരു നിയമലംഘനം അല്ലെങ്കിൽ ഉത്തരവ് ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.